പറയുകയാണ്. ഇതൊരു കഥയല്ല, ഇതൊരു സ്വപ്നവുമല്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ, ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പോലും സംഭവിക്കാവുന്ന പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. എടാ അരുണേ, നീ കുറെ നേരമായി പഠിക്കുന്നത്, ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ നാളെ എനിക്ക് പരീക്ഷ ഉണ്ട്. എന്തിനാണ് ഇഷ്ടപ്പെട്ട് പഠിക്കണേ? എനിക്കൊരു വലിയ ഉദ്യോഗസ്ഥനാകണം. മച്ചാ വലുതായി നിങ്ങൾ നന്നായി നോക്കണം. പ്രതീക്ഷകൾ, ഒരു കുടുംബത്തിന്റെ വെളിച്ചം. അതിന് പിന്നെന്താ? വേണ്ട, എനിക്ക് വേണ്ട. സുഹൃത്തുക്കളെ, ലഹരിയുടെ ഏറ്റവും വലിയ നുണ എന്താണെന്നറിയാമോ? ഒരു തവണ മാത്രം. പിന്നെ ശീലം, ശേഷം അടിമത്തം, അവസാനം നാശം. എടാ അരുണേ, നിനക്ക് എന്തോ ഒരു മാറ്റമുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സമയത്തിന് ഉറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, പഠിക്കുന്നില്ല. എന്താ പറ്റേ? ഒന്നുമില്ല. അങ്ങനെ എന്തോ ഉണ്ട്. എന്താ പറ്റേ? എന്നെ വെറുതെ വിടോ? മനുഷ്യന്റെ സ്വസ്ഥത കളയാൻ വേണ്ടി കയറി വന്നോളും. ഒന്ന് നമുക്ക് പോയിക്കൂടെ? നിങ്ങൾ കണ്ടോ മാലോകരെ? മാറുന്നത് ശരീരം മാത്രമല്ല, മാറുന്നത് സ്വഭാവം കൂടിയാണ്, മാറുന്നത് ഭാഷ കൂടിയാണ്. എന്റെ മകന് ഇതെന്താണ് പറ്റിയത്? അവൻ എന്തോ ഒരു കുഴപ്പമുണ്ട്. അവന് വേണ്ടി ജീവിക്കുന്നത്, എന്നിട്ടും അവൻ നമ്മളോട് ഇങ്ങനെ ചെയ്താൽ? ലഹരി ഒരാളെ മാത്രമല്ല കൊല്ലുന്നത്, ഒരു കുടുംബത്തിന്റെ സമാധാനം മുഴുവൻ കൊല്ലുന്നു, ഇഞ്ചിഞ്ചായി കൊല്ലുന്നു. അരുൺ, ഇപ്രാവശ്യം നിനക്ക് മാർക്ക് കുറവാണല്ലോ. ക്ലാസ്സിലും ശ്രദ്ധയില്ല. ഇതെന്ത് പറ്റി? സാർ, ഞാൻ തെറ്റായ കൂട്ടുകെട്ടിൽപ്പെട്ടു. സൗഹൃദം നല്ലതാണ്, പക്ഷേ ഈ തെറ്റായ സൗഹൃദം അത് വിഷമാണ്. നല്ല കൂട്ടുകാർ നല്ല ഭാവി, തെറ്റായ കൂട്ടുകാർ തകർന്ന ജീവിതം. ഇതാണ് ലഹരിയുടെ ഫലം. നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കുന്നു, ഹൃദയത്തിനെ നശിപ്പിക്കുന്നു, തലച്ചോറിനെ നശിപ്പിക്കുന്നു, നമ്മുടെ കുടുംബത്തിനെ നശിപ്പിക്കുന്നു. ലഹരി എന്നത് സന്തോഷമല്ല, നാശമാണ്, സർവനാശം. ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തി. എന്റെ ആരോഗ്യം, എന്റെ സുഹൃത്തുക്കൾ, എന്റെ കുടുംബം, ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തി. ഇല്ല, എനിക്ക് ജീവിക്കണം. എന്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കണം. എന്റെ അമ്മയുടെ കണ്ണിൽ തുടിക്കണം. ഞാൻ ലഹരിയെ ഉപേക്ഷിക്കുന്നു. ജീവിതം മനോഹരം, ലഹരിയില്ല ലോകവും, കണ്ണുകൾ തകർത്തിടാം, കരളുറച്ചു നിന്നിടാം, ഓർത്തു കൈ പിടിച്ചിടാം, ലഹരിയെ തുരത്തിടാം, ആത്തിടാം കരങ്ങളിൽ അമ്മ പെങ്ങന്മാരെയും കടിയടച്ചു നിർത്തിടാം, ലഹരിയുടെ കലവിനെ അളത്തിടാം കരുത്തറെ, വളർത്തിടാം പുതുയുഗം, വളർത്തിടാം പുതുയുഗം, വളർത്തിടാം പുതുയുഗം. സുഹൃത്തുക്കളെ, ലഹരിക്കെതിരായ പോരാട്ടം പോലീസുകാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്.